കുന്നമംഗലം എം.എൽ.എയുടെ ജനസമ്പർക്ക യാത്ര ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലും. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ രാത്രി 8 മണി വരെയും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ EMS ഹാളിലായിരുന്നു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടുകാരിൽ നിന്നായി 100-ലധികം നിവേദനങ്ങളാണ് എം.എൽ.എ സ്വീകരിച്ചത്. 18 കിലോമീറ്റർ നമ്മുടെ മാവൂർ റോഡിന് സമാന്തരമായി ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ജലപാത കുറ്റിക്കാട്ടിൽ നിന്ന് ആരംഭിച്ച് നേരെ നമ്മുടെ പന്തീരങ്കാവ് വഴി നേരെ അത് കല്ലായിപ്പുഴയോട് ചേരുന്ന രൂപത്തിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ ടൂറിസമുണ്ട്, അതോടനുബന്ധമായി ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗവുമുണ്ട്. അത് രണ്ടാണ്, അതായത് വെഡ്വെൽസാണ്, രണ്ടും കൂടി വലിയ ടൂറിസത്തിന് സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈ ജലപാത വരുമ്പോൾ മാവൂർ റോട്ടിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഗതാഗതക്കുരുക്ക്. നമ്മൾ വിചാരിക്കാത്ത ഈ തൊണ്ടയാടൊക്കെ ഇന്നലെ ഞാൻ തന്നെ നമ്മുടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഗോൾ വണ്ടി അതിൻ്റെ സമാപനം ഇന്നലെയായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിൻ്റെ നോഡൽ ഓഫീസറായിട്ടുള്ള കേരളത്തിലെ ഉത്തരമേഖല IG ശ്രീ പുട്ട വിമലാദിത്യ അരമണിക്കൂർ സമയം എന്നെ കാത്തിരുന്നുണ്ട്. ഞാൻ തൊണ്ടയാട്ട ബ്ലോക്കിലും അല്ലാതെ ഈ ഒക്കെ കുടിക്കുമ്പോൾ സ്വാഭാവികമായി എത്താൻ സാധിച്ചത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതൊഴിവാക്കാൻ ഈ ജലപാത വരുന്നതോടുകൂടി കുറേയൊക്കെ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് നമുക്ക് വികസനം കൊണ്ടുവരണം. ഈ 5 കൊല്ലക്കാലം 3 കൊല്ലാവൊന്നും പോയിട്ടുണ്ട്. എന്തായിരുന്നാലും എത്രയായിരുന്നാലുള്ള പീരീഡ് വളരെ ഭംഗിയായി കൊണ്ടുവരുന്നതിനുള്ള സഹകരണം അഭ്യർത്ഥിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് എല്ലാവരെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയ ഷോർട്ട് പീരീഡിലാണെങ്കിലും എല്ലാ ആളുകളെയും അത് ബന്ധപ്പെട്ട് മുഴുവൻ ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ നാട്ടുകാരിവിടെ വന്നിട്ടുണ്ട്, നേതാക്കന്മാരിവിടെ ഉണ്ട്. എല്ലാവർക്കും പറയാനുള്ള കേൾക്കുകയും പരിഹാരം കാണുന്ന ചില വിഷയങ്ങൾ നമ്മൾ കോഴിക്കോട് കലക്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പെരുമണ്ണയിലുള്ള ഗ്രീൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച നമുക്ക് ബഹുമാനപ്പെട്ട കലക്ടർ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BVR നേരത്തെ ഉള്ളത് മാറ്റി 3ാമത്തെ BVRലേക്ക് പോയപ്പോൾ അത് 56,000 60,000 ആയിട്ട് പാവപ്പെട്ട ആളുകളുടെ ഒരു സെൻറ്റിന് വിലയായി മാറി. വലിയ ഒരു അപകടകരമായൊരവസ്ഥയാണ്. പിന്നൊന്ന് മറ്റുള്ള നമ്മുടെ മുമ്പിലുള്ള നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സർവീസ് റോഡ് ഈ കൊടൽ നടക്കാവ് ഭാഗത്ത് അത് വലിയ പ്രയാസം അവിടെയുള്ള ആളുകൾക്ക് 70 കുടുംബങ്ങൾക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അതിൻ്റെ കൺസൾട്ടൻറ്റ് റിട്ടയർഡ് SC ആണ്, ശശികുമാർ എന്ന് പറയും. അദ്ദേഹത്തിൽ നിന്ന് രാവിലെ വിളിച്ചാൽ ചോലക്കൽ രാജേന്ദ്രൻ അവർ യാദൃശ്യമായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിഷയം ഇതിന് സംസാരിച്ചപ്പോൾ ശശിയുമായിട്ട് വിശദമായി കൂടുതൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ചോലക്കൽ അത് ഭംഗിയായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വിളിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരുവിടത്ത് ഒഴിവായി പോകുന്നത് ഒഴിവായി പോകണം പോയിക്കോട്ടെ, പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ളൊരു വികസനം എൻ്റെ നിയോജനത്തിൽ വേണ്ട എന്ന് ഞാനും പറഞ്ഞു. നമ്മുടെ നിയോജനത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു കയറിപ്പോകാനും വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ പരിപൂർണമായി അടഞ്ഞ് അവിടേക്കൊന്നും കയറാൻ പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം അസഹ്യമാണ്, ദുസ്സഹമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യാദൃശ്ചികമായി ഞാൻ ആ ഭാഗം കണ്ടിട്ടുണ്ട്. ഒരു യാത്രക്കിടയിൽ നേരിട്ട് നമ്മൾ ഒരു ദൗത്യസംഘം, നമ്മളിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുക, ഒരു ദൗത്യസംഘം അവിടെ വരിക, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക, ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവൃത്തി അവർ തുടങ്ങി പൂർത്തീകരിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇവരെന്താണെന്നറിയാം, തീരുമാനം എടുക്കും. ആ തീരുമാനത്തെ പിന്നെ അവിടെ ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റു മറാഠി ഭാഷകളോ സംസാരിക്കുന്ന അവർ എന്ത് ചെയ്യില്ല, അവർ കേൾക്കുന്നില്ല. അത് കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവൃത്തി നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് എത്തുന്നില്ല. നടക്കാൻ പോലും വഴിയില്ലാത്ത രൂപത്തിൽ ആ പോലീസ് സ്റ്റേഷൻ ഭാഗമൊക്കെ പരിപൂർണമായും ഉയർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും MLAയും അതുപോലെ ബന്ധപ്പെട്ട ഇതിൻ്റെ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും ചേർന്ന് അവിടെ ഒരു സന്ദർശനം നടത്തി നമുക്ക് ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ ആ വികസനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. കുന്നമംഗലം നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങളും നിവേദനങ്ങളും സ്വീകരിച്ച് MA റസാഖ് മാസ്റ്റർ MLA വ്യാഴാഴ്ച ഒളവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ 100-ലധികം നിവേദനങ്ങളാണ് ലഭിച്ചത്. മാവൂർ, പെരുവയൽ പഞ്ചായത്തുകളിൽ നിവേദനങ്ങൾ സ്വീകരിച്ച ശേഷമാണ് ഒളവണ്ണ പഞ്ചായത്തിൽ എത്തിയത്. സിറ്റിംഗിൽ നിരവധിയായ വിഷയങ്ങളെക്കുറിച്ചുള്ള പരാതികളും നിവേദനങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിൽ അടിയന്തര പരിഗണന ആവശ്യമായ കാര്യങ്ങളും ഫണ്ട് ആവശ്യമുള്ള വികസന കാര്യങ്ങളും ബജറ്റിന് മുമ്പ് തന്നെ സർക്കാരിന്റെ പരിഗണനയ്ക്ക് എത്തിക്കുമെന്ന് MLA വ്യക്തമാക്കി. വിവിധ അധികാര കേന്ദ്രങ്ങൾ പരിഗണിക്കേണ്ടതായ പരാതികളും നിവേദനങ്ങളും
പരിഗണിക്കുവാൻ അതത് വിഭാഗങ്ങൾക്ക് കൈമാറി സത്വര നടപടി ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വിവിധ ആവശ്യങ്ങൾക്കായി MLA ഓഫീസിലേക്ക് പോകുന്നതിനു പകരം MLA നേരിട്ടെത്തി പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുന്നതിൽ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. കുന്നമംഗലത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിലേക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി നടത്തുന്ന MLAയുടെ ജനസമ്പർക്ക പരിപാടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുലിൻ ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് NP രജിത, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രാമചന്ദ്രൻ മേലാമ്പുറത്ത്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ കൂടാതെ UDF നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തരം ഒരു അനുഭവം ഇതാദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത്. ഒരുപാട് MLA-മാര് വന്നുപോയി. MLA-മാരെ കാണാൻ നിയോജക മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ചെല്ലുന്നതിന് ബദലായി നമ്മുടെ പുതിയ MLA റസാഖ് മാസ്റ്റർ ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ ഒളവണ്ണ പഞ്ചായത്തിലെത്തി ആ പരാതികൾ സ്വീകരിക്കുന്ന ആ ഒരു അനുഭവം വളരെ നന്മ നിറഞ്ഞ അനുഭവമാണ്.